Activity 1. Place a pencil in an inclined position in a glass trough and fill 3/4 of the trough with water. Depict in your science diary the changes after adding water. What shall be the reason for the change? ഇപ്പോൾ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പെൻസിൽ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബീക്കറിൻ്റെ 3/4 പോർഷൻ വരെ നമ്മൾ വാട്ടർ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചേഞ്ചാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി പോർഷൻ ഓഫ് പെൻസിൽസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബെൻഡിങ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പെൻസിലിന് ചെറിയൊരു ബെൻഡിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഡ്യൂ ടു ദി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബിറ്റ്വീൻ ദി മീഡിയാസ്. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ബീം ഓഫ് റേ across the surface of two mediums separation. രണ്ട് മീഡിയത്തിൻ്റെ സെപ്പറേഷൻ്റെ സർഫസിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഡീവിയേഷനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന കൊണ്ടാണ് നമുക്ക് ഈ പെൻസിലിൻ്റെ ഈ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബെൻഡിങ് ഫീൽ ചെയ്യുന്നത്. Now will you be able to explain why a frog was obtained through the arrow was aimed at the fish? ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു കാർട്ടൂൺ രീതിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരാൾ ഫിഷിന് നേരെ എയിം ചെയ്തിട്ട് ഫ്രോഗിനെയാണ് അയാൾക്ക് ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇപ്പോൾ റിഫ്രാക്ഷൻ കാരണം എക്സാക്റ്റ് പൊസിഷൻ നമുക്ക് എന്ത് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് അവിടെ ഉള്ളൊരു ചെറിയ ഡീവിയേഷൻ കാരണമാണ് നമുക്ക് എയിം ചെയ്ത ഭാഗത്തേക്കുള്ള റിസൾട്ട് കിട്ടാഞ്ഞത്. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന ഫിനോമിന മൂലമാണ് അവിടെ ഈ ഒരു ഇൻസിഡൻറ്റ് നേരെ ഇൻവേഴ്സായി സംഭവിച്ചിട്ടുള്ളത്. Activity 2. Take a opaque vessel, place a coin at its bottom. Ask a child to walk backwards looking at the coin. Ask her to stop at the place where the coin disappears. Now ask another child to add water into the vessel without moving the coin. What is observed here? What is the reason for this observation? Find out the answer based on the fact in the textbook. ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു ഒപ്പാക് വെസൽ, സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വെസൽ നമുക്കവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് എന്താണ്? ഒപ്പാക്കാണ്. അപ്പോൾ പ്ലേസ് എ കോയിൻ അറ്റ് ഇറ്റ്സ് ബോട്ടം, അതിൻ്റെ ബോട്ടത്തിൽ ഒരു കോയിൻ പ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ കോയിൻ പ്ലേസ് ചെയ്തതിന് ശേഷമാണെന്ത് ഒപ്പാക്കാരുടെ വെസൽ പ്ലേസ് ചെയ്യുക. അപ്പം ബാക്ക്വേർഡ് നടക്കുകയാണ്. അപ്പോൾ എപ്പോഴാണോ കോയിൻ ഡിസപ്പിയർ ആയിട്ട് തോന്നുന്നത് ആ ഒരു പൊസിഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒപ്പാക് വെസലിലേക്ക് അല്ലെങ്കിൽ ഒപ്പാക് ട്യൂബിലേക്ക് എന്ത് ചെയ്യാണ്? വാട്ടർ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം ആ പൊസിഷൻ വേർ ദി കോയിൻ ഫീൽസ് ടു ബി ഡിസപ്പിയേഴ്സ്, ആ ഡിസപ്പിയർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമലായിട്ട് കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെൻഡിങ് ഓഫ് ലൈറ്റ് ഫേവർ ചെയ്യുന്ന സിറ്റുവേഷനാണെന്ത് രണ്ടാമത്തെ ഫിഗർ 5.7. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗർ 5.A ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസപ്പിയർ ആവുന്ന ആ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റേ ഓഫ് ലൈറ്റ് ഒപ്പാക് ഗ്ലാസ്സിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് നമ്മുടെ ഒരു ഹെഡ് ഷോട്ട് തലേനെ ജസ്റ്റ് മേലെ കൂടെ, അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിസപ്പിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോയിൻ്റെ ഡിസപ്പിയറൻസ് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസപ്പിയറൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ റിഫ്രാക്ഷനാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. Draw a thick line on a paper using a pen. Place a glass over it and observe as suggested below.
Look from one side as shown. 5.8 എ 5.8 എയിൽ തന്നിട്ടുള്ള പോലെ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത പ്രോസസ്സാണ് ലുക്ക് ഫ്രം വൺ സൈഡ് ആസ് ഷോൺ ഇൻ 5.8 ബി. 5.8 ബിയിൽ ഉള്ള പോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത കേസാണ് ലുക്ക് ഫ്രം വൺ സൈഡ് ആസ് ഷോൺ ഇൻ 5.8 സി. അപ്പോൾ 3 കേസസ്. ഒന്നെന്താണ് ഗ്ലാസ് ലാബിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ 5.8 എയിലെ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അടുത്ത കേസാണ് ഗ്ലാസ് ലാബിൻ്റെ ഒബ്ലിഗായിട്ട് ആ ലൈൻ ത്രൂവിൽ എവിടെയാണോ ഗ്ലാസ് ലാബ് വെച്ച് ആ ഒരു പൊസിഷൻ കണ്ടില്ലേ 5.8 ബിയിൽ, ആ ഒരു കേസിൽ നോക്കുക. അതേപോലെ തന്നെ 5.8 സിയിൽ നോക്കുക. റൈറ്റ് ഡൗൺ ദി ഒബ്സർവേഷൻ റിസൾട്ട് ഇൻ ദി സയൻസ് ഡയറി. അപ്പോൾ ഓരോ കേസിൽ നോക്കുമ്പോൾ നമുക്ക് ആ ലൈൻസ് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻസ് ഡീവിയേറ്റ് ചെയ്യുന്നതിൽ കാണാൻ പറ്റും. പക്ഷേ വെർട്ടിക്കൽ എബോ, അതായത് തേർഡ് കേസിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഡീവിയേഷൻ കാണാൻ സാധിക്കില്ല. ബാക്കി 2 കേസസും നമ്മൾ കാണുന്ന ലൈൻ എന്തെങ്കിലും ഡീവിയേറ്റ് ചെയ്തിട്ട് കാണാം, ഒരു സിക്സാഗ് മാനറിലാണ് കാണാം. ഓൾമോസ്റ്റ് സിക്സാഗ് പോലെയാണ് നമുക്ക് കാണാം. പക്ഷേ തേർഡ് കേസിൽ നമുക്ക് കാണാൻ സാധിക്കുക ദർ വിൽ ബി നോട്ട് മച്ച് ഓഫ് വേരിയേഷൻസ്. അപ്പോൾ ആ ലൈനിലുള്ള വേരിയേഷൻസ് അധികം ഈ തേർഡ് കേസിൽ, അതായത് 5.8 സിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കറിയാം നോർമലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്താണ്, റിയൽ ആയിട്ടുള്ള ആ ലൈറ്റിൻ്റെ പാത്തിനാണ് നമ്മൾ നോർമലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ആ നോർമലിൽ നിന്ന് ഒരു ആംഗിൾ ഡീവിയേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡീവിയേഷൻ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. Activity 4. Try to take out a coin from the bottom of a trough filled with water by viewing it from one side. Can you easily pick up the coin? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീക്കർ എടുക്കുക, ബീക്കറിലേക്ക് കോയിൻ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അതിനുശേഷം വാട്ടർ ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അപ്പ് പോർഷൻ നോക്കിയിട്ട് ആ കോയിൻ എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ടേക്ക് ദി കോയിൻ ഔട്ട് ഫ്രം ദി ബീക്കർ. അപ്പോൾ എന്താണ് ആ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആ കോയിൻ്റെ എക്സാക്ട് പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയില്ല ടു ദി റിഫ്രാക്ഷൻ ഫിനോമിനൻ. അപ്പോൾ വാട്ട് ഈസ് ദി റീസൺ ഫോർ ദിസ് ഫെയിലിയർ? എന്താണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണെന്ത് ഈ ഫെയിലിയറിന് കാരണമാകുന്നത്. നൗ യു ഹാവ് ടു become familiar with the many activities regarding refraction. Find out more example for refraction from daily life. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കുറച്ച് കേസസൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഈ തോട്ടിലൊക്കെ നോക്കുമ്പോൾ മീനിൻ്റെ ആ പൊസിഷനിലെ, അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഫസ്റ്റ് കൊടുത്ത ആ എയിം ചെയ്യുന്ന സെക്ഷനിലെ എയിം ചെയ്തിട്ട് നമുക്ക് വേറെ എന്താണ് കിട്ടുന്നത്, ഫ്രോഗിനെയാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഓരോ കേസസൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് വഴിയാണ് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ മൂവിങ് ഓൺ ടു ദി എക്സ്പെരിമെൻറ്റ്. ടേക്ക് എ ഗ്ലാസ് ഫ്ലാസ്ക് ആൻഡ് ഫിൽ ഹാഫ് ഓഫ് ഇറ്റ് വിത്ത് വാട്ടർ. ആഡ് 1 spoon of milk to it. Allow light from a laser torch to fall on the water in the flask. Observe the path of the refracted ray. Gradually increase the angle of incidence. Note the deviation of refracted ray. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ പാൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫോഗി പ്രസിപ്പിറ്റേറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യുക, വാട്ടർ കിട്ടുക. അപ്പോൾ ആ വാട്ടറിലേക്ക് എന്ത് ചെയ്യുക, നൈസായിട്ട് ലേസർ ടോർച്ച് കൊണ്ട് എന്ത് ചെയ്യാം, ബീം ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിഫ്രാക്ഷൻ ഫിനോമിന കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേരിയസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മളെന്ത് ചെയ്യുക,
ആ ഗ്ലാസ്സിലേക്ക് ലേസർ ടോർച്ച് അടിച്ചു കൊടുക്കും. ഇപ്പം നമുക്ക് ഫിഗർ 5.11 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക കേസ് അതാണ് ഫിഗർ 5.12 ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 മീഡിയം ഉള്ളത്, എയർ ആണ്, മറ്റൊരു മീഡിയം വാട്ടറാണ്, അല്ലെ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് മിൽക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദർ ഒക്കേഴ്സ് എ റിഫ്ലക്ഷൻ ഫിനോമിനൻ. അവിടെ ഒരു റിഫ്ലക്ഷനാണ് നടക്കുന്നത് അല്ലേ, ഫിഗർ 5.12 അല്ലേ. പക്ഷേ ഫിഗർ 5.11 അവിടെ എന്താണ്, നോർമലി 2 മീഡിയം തമ്മിൽ ഉണ്ടാകുമ്പോഴുള്ള റിഫ്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കേസിൽ റിഫ്ലക്ഷൻ ഫിനോമിനൻ നടന്നിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു സ്റ്റഡിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞുള്ള ടോപ്പിക്ക് ക്ലിയർ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാട്ട് വിൽ ബി ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ when the refracted ray passes along the surface of water? അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനയാണ് ഇപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ കേസസ് അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ, എന്തിൻ്റെ ബേസിലാണ് ഈ ഒരു ഫിനോമിന നടക്കുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ when a ray of light passes from a medium of greater optical density to that of a lower density medium, the angle of incidence at which the angle of refraction becomes 90 degree is called the critical angle. അപ്പോൾ നമ്മൾ ഫിഗർ 5.11 ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്രേറ്റർ ഡെൻസിറ്റി മീഡിയം കൺസിഡർ ചെയ്യുക. അതാണ് എന്ത്, ഗ്ലാസ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ലോവറായിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയമാണെന്ത്, വാട്ടർ. അതിനേക്കാളും ലോവറായിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയമാണെന്ത്, എയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലേസർ ബീം കാണിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ് ശ്രദ്ധിക്കുക. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണ് ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആ 90 ഡിഗ്രീനേക്കാളും കൂടുതലായിട്ടൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റിഫ്ലക്ഷൻ ഫിനോമിനാണ് അല്ലേ. അപ്പോൾ അവിടെ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിസൾട്ട്സ് ഇൻ ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ടു ബി 90 ഡിഗ്രി. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഏത് ആംഗിളിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിട്ട് കാണുന്നത്, നമ്മൾ എത്ര ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ ആ ലേസർ ബീം പ്രൊവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ആ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 48.6 ഡിഗ്രിയാണ്. അപ്പോൾ 48.6 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ ഒരു ലേസർ റേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഗർ 5.11 പോലെ ആ റിഫ്രാക്റ്റഡ് റേ പെർപെൻഡിക്കുലറായിട്ട്, നോർമലിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതാണ് ആ ക്രിട്ടിക്കൽ ആംഗിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനാണ്. ഫിഗർ 5.12 ആണ് ആ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഫിഗർ. എന്നാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ when a ray of light passes from a medium of higher density medium to low optical density at an angle of incidence greater than the critical angle, the ray is reflected back to the same medium without undergoing refraction. This phenomenon is known as total internal reflection. ഇപ്പോൾ ഇവിടെ നമ്മൾ
ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. ഇറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒരു ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയത്തിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കുക ഒരു റിഫ്ലക്ഷൻ ഫിനോമിനാണ്. അതായത് സെയിം മീഡിയത്തിലേക്ക് തന്നെ ആ ലൈറ്റ്, ആ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്ട് ബാക്ക്. ദർ എക്സ്പീരിയൻസസ് എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ദാറ്റ് ഈസ് ടുവാർഡ്സ് ദി സെയിം മീഡിയം അണ്ടർ ദി കണ്ടീഷൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇപ്പോൾ ഒരു ഹയർ ഡെൻസിറ്റി മീഡിയത്തിൽ നിന്ന് ലോവർ ഡെൻസിറ്റി മീഡിയത്തിലേക്ക് നമ്മളൊരു ലൈറ്റ് റേ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഫിഗർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദി റേ റിഫ്ലക്റ്റിംഗ് ടുവാർഡ്സ് ദി സെയിം മീഡിയം. റിഫ്രാക്റ്റ് ചെയ്യേണ്ട റേ റിഫ്ലക്റ്റ് ചെയ്തിട്ട് സെയിം മീഡിയത്തിലേക്ക് വരുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണെന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. So the condition of total internal reflection is the angle of incidence is greater than angle of critical angle. ഇപ്പോൾ ഫിഗർ 5.12 ആണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞുള്ള ഫിനോമിന ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.